കോഴിക്കോട് കെ.എസ്.ഇ.ബി ഓഫീസ് ആക്രമിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ്. തിരുവമ്പാടി സ്വദേശിയും നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയുമായ യു.സി. അജ്മലാണ് കെ.എസ്.ഇ.ബി സെക്ഷൻ ഓഫീസ് ആക്രമിച്ചത്. കെ.എസ്.ഇ.ബി അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പരിക്കേറ്റു. ബില്ല് കുടിശ്ശികയെ തുടർന്ന് വിച്ഛേദിച്ച വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ എത്തിയ ലൈൻമാനെയും അജ്മൽ ആക്രമിച്ചിരുന്നു. അജ്മലിനെ തിരുവമ്പാടി പോലീസ് അറസ്റ്റ് ചെയ്തു. അജ്മൽ എന്ന വ്യക്തിയുടെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ നമ്മൾ പൈസ അടയ്ക്കാതിനെ തുടർന്ന് ഡിസ്കണക്ട് ചെയ്തിരുന്നു. മെനഞ്ഞാന്ന് വൈകുന്നേരത്തോടാണ് അയാൾ പൈസ അടച്ചത്. ഇന്നലെ രാവിലെ നമ്മൾ പൈസ അടച്ചതിന്റെ പേര് സപ്ലൈ റീകണക്ഷൻ കൊടുക്കാൻ ചെല്ലുകയായിരുന്നു. റീകണക്ഷൻ കൊടുക്കാൻ ചെന്ന പ്രശാന്ത് എന്ന ലൈൻമാനെയും കൂടെ സഹായിയെ പോയ അനന്തുവിനെയും വളരെ മോശമായി അസഭ്യം പറയും, കയ്യേറ്റം ചെയ്യുകയും ഈ അനന്തു എന്ന വ്യക്തിയുടെ കഴുത്തിൽ പിടിച്ച് ഞെക്കുകയും മറ്റും ചെയ്തതിനെ തുടർന്ന് അവർ ഉടൻ തന്നെ സെക്ഷൻ ഹെഡായ അസിസ്റ്റന്റ് എഞ്ചിനീയറായ എന്നെ വിളിച്ച് ഫോൺ വിവരം അറിയിച്ചു. പെട്ടെന്ന് തന്നെ ഒരു ഫോൺ ഓഫീസിൽ വരികയും എനിക്ക് പരാതി എഴുതി തരികയും ചെയ്തു. ആ പരാതിയെ തുടർന്ന് റിട്ടേൺ ആയിട്ട് തിരുവമ്പാടി പോലീസ് SHOയ്ക്ക് കംപ്ലൈന്റ് കൊടുക്കുകയായിരുന്നു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും റിയാസ് KM ചേരുന്നുണ്ട്. റിയാസ്, എന്താണ് ഇത്തരത്തിലൊരു അക്രമത്തിന് സാഹചര്യം ഒരുക്കിയത്? കൂടുതൽ വിവരങ്ങൾ. നമ്മളിപ്പോൾ കേട്ടതുപോലെ തന്നെ തിരുവമ്പാടി കെ.എസ്.ഇ.ബി സെക്ഷൻ ഓഫീസ് പരിധിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അതായത് ഇതിലെ പ്രതിയായിട്ടുള്ള യു.സി. അജ്മൽ, ഇയാൾ തിരുവമ്പാടി ബ്ലോക്ക് യൂത്ത് കോൺഗ്രസിന്റെ മുൻ സെക്രട്ടറി ആയിരുന്നു. യങ് ഇന്ത്യ പരിപാടിയുമായി ബന്ധപ്പെട്ട് സഹകരിക്കാത്തതിനാൽ ഇയാളെ പുറത്താക്കി എന്നൊരു വിശദീകരണം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ യൂത്ത് കോൺഗ്രസ് മുൻ ബ്ലോക്ക് സെക്രട്ടറി ആയ ഈ യു.സി. അജ്മൽ സ്ഥിരമായി വൈദ്യുതി ബിൽ കുടിശ്ശിക വരുത്തുന്നയാളാണ് എന്നാണ് കെ.എസ്.ഇ.ബി ജീവനക്കാർ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ വൈദ്യുതി ബില്ല് കുടിശ്ശിക വരുത്തുന്ന സാഹചര്യം ഉണ്ടാവുകയും അങ്ങനെ ഇയാളുടെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുകയും എല്ലാം ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ഇയാൾ ഈ കുടിശ്ശിക തുക അടയ്ക്കുന്ന സാഹചര്യവും ഉണ്ടായി. അങ്ങനെ ഇന്നലെ രാവിലെ ഇയാളുടെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ വേണ്ടി പോയ ലൈൻമാനെയും സഹായിയെയും ഇയാൾ കയ്യേറ്റം ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തിരുവമ്പാടി സെക്ഷൻ കെ.എസ്.ഇ.ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ പോലീസിൽ പരാതി നൽകുകയും പോലീസ് അജ്മലിനെതിരെ കേസെടുക്കുകയും ചെയ്തതാണ്. ആ കേസെടുത്തതിന്റെ പത്രവാർത്ത ഇന്നത്തെ പത്രങ്ങളിൽ പ്രാദേശികമായി അവിടെ വാർത്ത വരികയും ചെയ്തു. ആ വാർത്ത വന്നതിന്റെ പ്രകോപനത്തിൽ അജ്മൽ ഇന്ന് രാവിലെ 9 മണിയോടുകൂടി തിരുവമ്പാടി സെക്ഷൻ ഓഫീസിലേക്ക് കയറി ചെന്നു. അവിടെ AE ഉണ്ടായിരുന്ന AXC അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും അവിടെ യോഗത്തിലായിരുന്നു. ഈ സമയത്താണ് ഈ അജ്മൽ ചെന്ന് ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറിയത്. ആരാണ് തന്റെ പേരിൽ വാർത്ത നൽകിയത്, തനിക്കെതിരെ കേസെടുത്ത വാർത്ത നൽകിയത് എന്നറിയണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രധാനമായും പ്രകോപനമുണ്ടായത്. എന്നാൽ കെ.എസ്.ഇ.ബി ഉദ്യോഗസ്ഥർ ഇതേക്കുറിച്ച് തങ്ങൾക്കറിവില്ല, ആരാണ് വാർത്ത നൽകിയതെന്ന് അറിവില്ല എന്നത് കാര്യം വ്യക്തമാക്കിയെങ്കിലും അജ്മൽ പ്രകോപിതനായി ഈ കെ.എസ്.ഇ.ബി സെക്ഷൻ ഓഫീസിനകത്തെ സാധന സാമഗ്രികൾ അടിച്ചു തകർക്കുകയും AE അടക്കമുള്ളവരെ ആക്രമിക്കുകയും ചെയ്തു. കൂടാതെ ഈ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ദേഹത്ത് മാലിന്യം കലർന്ന വെള്ളം ഒഴിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി, മലിനജലം ഒഴിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഈ അജ്മലിനൊപ്പം തന്നെ മറ്റൊരു കുട്ടിയും ഉണ്ടായിരുന്നു എന്നാണ്, ആക്രമണം നടത്താൻ ഒരു ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു എന്നാണ് കെ.എസ്.ഇ.ബി ജീവനക്കാർ പറയുന്നത്. തുടർന്ന് ഇവർ വിവരമറിയിച്ചതനുസരിച്ച് പോലീസ് എത്തുകയും അക്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്ന അജ്മലിനെ അറസ്റ്റ് ചെയ്യുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ സംഭവത്തിൽ കെ.എസ്.ഇ.ബി ജീവനക്കാർ അവിടെ പ്രതിഷേധ പ്രകടനമെല്ലാം തന്നെ ഇപ്പോൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല നിലവിൽ തിരുവമ്പാടി കെ.എസ്.ഇ.ബി സെക്ഷൻ ഓഫീസിന്റെ പ്രവർത്തനം നിലച്ച മട്ടാണ്. കാരണം കമ്പ്യൂട്ടർ അടക്കമുള്ള സാമഗ്രികളും സംവിധാനങ്ങളും അടിച്ചു തകർക്കപ്പെട്ടതോടുകൂടി ഓഫീസ് പ്രവർത്തനം നിലച്ച മട്ടാണ്. പൊതുജനങ്ങൾക്കും വലിയ ബുദ്ധിമുട്ടാണ് ഈ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഈ ഒരു അക്രമം കാരണം ഉണ്ടായിരിക്കുന്നത്. റിയാസ്, അതുപോലെ തന്നെ കെ.എസ്.ഇ.ബി അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണോ? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അക്രമത്തിൽ പരിക്കേറ്റു എന്നുള്ളതാണ്. പരിക്ക് സാരമുള്ളതോ ഒന്നുമല്ല, നിസ്സാരമായ പരിക്കാണ് അദ്ദേഹത്തിന് ഏറ്റിട്ടുള്ളത്. പക്ഷെ ഒരു കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക, പ്രത്യേകിച്ച് ഒരു പൊതുസംവിധാനത്തിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്കെല്ലാം ഉപകാരപ്പെടുന്ന ഒരു ഓഫീസിന്റെ സംവിധാനത്തിൽ അതിന് തടസ്സപ്പെടുത്തുക, പൊതുമുതൽ നശിപ്പിക്കുക തുടങ്ങിയ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഗുരുതരമായ വകുപ്പുകൾ ചേർത്തടക്കമായിരിക്കും ഇനി അജ്മലിനെതിരെ തിരുവമ്പാടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുക. എന്തായാലും അജ്മൽ യങ് ഇന്ത്യ പരിപാടിയുമായി സഹകരിക്കാത്തത് കൊണ്ട് അയാളെ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിത്വത്തിൽ നിന്നും പുറത്താക്കിയിട്ടുള്ളതാണ് എന്ന് യൂത്ത് കോൺഗ്രസിന്റെ തിരുവമ്പാടി നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട ഭാരവാഹികൾ വ്യക്തമാക്കുന്നുമുണ്ട്. വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.